നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സർക്കാർ ആശുപത്രികളിലെ മരുന്ന് ക്ഷാമത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ സദസ്സ്. ഹിറ്റ് ആൻഡ് റൺ നിയമ ഭേദഗതി വരുത്തിയത് അമിത്ഷായുടെ ഹിറ്റ്ലർ ഭരണ നടപടിയാണെന്ന് ഓൾ ഇന്ത്യ ട്രക്കേഴ്സ് ആൻഡ് ഡ്രൈവേഴ്സ് ഹെൽപ്പ് ലൈൻ. മലബാറിലെ യാത്രാ ദുരിതം പരിഹരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ യോജിച്ച് ഇടപെടണമെന്ന് മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ പ്രസിഡന്റ് സി ചാക്കുണ്ണി. കല്യാൺ കേന്ദ്ര ഓൾ കേരള ഇന്റർ സ്കൂൾ ബാസ്കറ്റ്ബോൾ ടൂർണമെന്റ് ജനുവരി 12 മുതൽ 14 വരെ കോഴിക്കോട്ട്. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. സർക്കാർ ആശുപത്രികളിലെ മരുന്ന് ക്ഷാമത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് സൗത്ത് മണ്ഡലം കമ്മിറ്റി പ്രതിഷേധം നടത്തി. ബീച്ച് ജനറൽ ആശുപത്രിക്ക് മുന്നിൽ നടത്തിയ പ്രതിഷേധ സദസ്സ് DCC പ്രസിഡന്റ് കെ പ്രവീൺകുമാർ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ മേഖലയിലെ അനാസ്ഥയ്ക്കെതിരെയും ഗവൺമെന്റ് ആശുപത്രിയിലെ മരുന്ന് ക്ഷാമത്തിനെതിരെയും യൂത്ത് കോൺഗ്രസ് സൗത്ത് നിയോജക മണ്ഡലം കമ്മിറ്റി ബീച്ച് ജനറൽ ആശുപത്രിക്ക് മുൻപിൽ യുവജന പ്രതിഷേധ സദസ്സ് നടത്തി. DCC പ്രസിഡന്റ് കെ പ്രവീൺകുമാർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ആരോഗ്യരംഗം ലോക ആരോഗ്യ സംഘടന ഏറ്റവും കൂടുതൽ മതിപ്പോടെ കണ്ട ബഹുമതി നൽകിയുള്ളതാണ് കേരളത്തിന്റെ ആരോഗ്യം. ഐക്യരാഷ്ട്രസഭയിൽ അംഗീകാരം കിട്ടിയ ആരോഗ്യരംഗം. ഉമ്മൻചാണ്ടി സാർ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കാലത്ത് മസ്തിഷ്കാഘാതം മൂലം മരിച്ച ഒരു ചെറുപ്പക്കാരന്റെ ഹൃദയം തിരുവനന്തപുരത്ത് നിന്നെടുത്ത് എയർ ആംബുലൻസ് വഴി കൊച്ചിയിൽ എത്തിച്ച് അവിടെ ആവശ്യമുള്ള ചെറുപ്പക്കാരുടെ ശരീരത്തിലേക്ക് അത് ഘടിപ്പിച്ച് അവൻ ജീവൻ തിരിച്ചു നൽകിയതിലേക്ക് ഉയർന്ന ആരോഗ്യരംഗം. ആ ആരോഗ്യരംഗമാണ് ഈ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ വിഫലമായി. നിങ്ങൾ ആലോചിക്കണം, നേരത്തെ രമീസ് പറഞ്ഞിട്ടുണ്ട്, വാർത്ത വായിക്കൽ എളുപ്പമുള്ള പണിയാണ്, പക്ഷെ ഭരിക്കൽ എല്ലാവർക്കും എളുപ്പമണിയല്ല. അച്ചടി വാർത്ത ലഭിച്ചാൽ ആർക്കും വാർത്ത വായിക്കാം, അക്ഷരസ്ഫുടതയിൽ വാർത്ത വായിക്കാം, പക്ഷെ ഭരിക്കണമെങ്കിൽ തലയിൽ മൂള വേണം, ദീർഘവീക്ഷണം വേണം, ജനങ്ങളുടെ കവിതയുണ്ടാവണം. നിയോജക മണ്ഡലം പ്രസിഡന്റ് PP റമീസ് അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി ദിനേശ് പെരുമണ്ണ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുഫിയാൻ ചെറുവാടി, സംസ്ഥാന സെക്രട്ടറി VT നിഹാൽ തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഹിറ്റ് ആൻഡ് റൺ നിയമ ഭേദഗതി വരുത്തിയത് അമിത്ഷായുടെ ഹിറ്റ്ലർ ഭരണ നടപടിയാണെന്ന് ഓൾ ഇന്ത്യ ട്രക്കേഴ്സ് ആൻഡ് ഡ്രൈവേഴ്സ് ഹെൽപ്പ് ലൈൻ. അപകടത്തിൽപ്പെടുന്ന ഡ്രൈവർക്ക് സെക്ഷൻ 106(2) പ്രകാരം 10 വർഷം തടവും 7 ലക്ഷം പിഴയും ചുമത്തുന്ന നിയമം അംഗീകരിക്കാൻ കഴിയില്ലെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഒരു വാഹനം അപകടത്തിൽപ്പെട്ടാൽ അതിന്റെ ഡ്രൈവർ ആ സ്ഥലത്ത് ഇറങ്ങി മരിച്ചവരെ വെച്ചുവെച്ചവരെ വേണ്ട ശുശ്രൂഷ ചെയ്യണം. അതല്ലാതെ ദേഹരക്ഷയ്ക്ക് വേണ്ടി പോലീസ് സ്റ്റേഷനിലോ മറ്റോ അഭയം പ്രാപിച്ചാൽ ജാമ്യമില്ലാതെ 10 വർഷം കഠിന തടവും 7 ലക്ഷം രൂപ ഫൈനും നിശ്ചയിക്കുകയാണ്. അത് ഒരു ഹിറ്റ്ലർ ഭരണ നടപടിയായിട്ടാണ് അമിത്ഷാ ചെയ്തത്. നമ്മുടെ രാജ്യത്തുള്ള ആണായാലും പെട്ടായാലും 18 വയസ്സ് കഴിഞ്ഞ് എല്ലാ ആൾക്കും ലൈസൻസ് ഉണ്ട്. അവർക്കൊക്കെ ഇത് ബാധകമാണ്. അപ്പൊ ഞങ്ങളിവിടെ വന്നത് നമ്മളെ ലോറി ഡ്രൈവർമാർ അതർ സ്റ്റേറ്റിൽ ഓടിക്കൊണ്ടിരിക്കുന്നവരാണ്. അപ്പൊ അവിടെ വളരെ പ്രശ്നമാണ് അപകടങ്ങളൊക്കെ. അങ്ങനെ സംഭവിച്ചാൽ ജാമ്യമില്ലാത്ത അറസ്റ്റാണ് അമിത്ഷാന്റെ പുതിയ ഭരണം പറയുന്നത്. അപ്പൊ അത് ഞങ്ങൾ ന്യായീകരിക്കാൻ പറ്റൂല. അതിനെതിരിൽ ഇന്ത്യ രാജ്യം മുഴുവനും സമരത്തിലാണ്. ആ സമരത്തോട് അനുഭവം പ്രകടിപ്പിച്ചുകൊണ്ട് ഓൾ ഇന്ത്യ ട്രക്കേഴ്സ് ആൻഡ് ഡ്രൈവേഴ്സ് ഹെൽപ്പ് ലൈൻ 17-ാം തീയതി സൂചനാ സമരം നടത്തുകയും അതിനുശേഷം ഗവൺമെന്റ് പിന്മാറുന്നില്ലെങ്കിൽ
ഞങ്ങൾ എല്ലാ നിരക്കും എല്ലാ സംഘടനകളുമായിട്ടും മദ്രസ ബസ് അടക്കം ഞങ്ങൾ ബന്ദ് ചെയ്യിക്കുകയും സമരവുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും. അപകടം സംഭവിച്ച സ്ഥലത്ത് ഡ്രൈവർ ഇറങ്ങിച്ചെന്ന് പരിക്ക് പറ്റുകയോ മരണപ്പെടുകയോ ചെയ്ത വ്യക്തികളെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയോ മറ്റേതെങ്കിലും വിധത്തിൽ സഹായിക്കുകയോ വേണമെന്നതാണ് പുതിയ ഹിറ്റ് ആൻഡ് റൺ നിയമം. ഇത് ഡ്രൈവർമാരുടെ ജീവന് ഭീഷണിയാണെന്നും അംഗീകരിക്കാൻ കഴിയില്ലെന്നും ഓൾ ഇന്ത്യ ട്രക്കേഴ്സ് ആൻഡ് ഡ്രൈവേഴ്സ് ഹെൽപ്പ് ലൈൻ ഭാരവാഹികൾ പറഞ്ഞു. നിയമ ഭേദഗതിക്കെതിരെ രാജ്യവ്യാപക പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് സംഘടന. ഇതിന്റെ ഭാഗമായി ജനുവരി 17-ന് സ്റ്റിയറിംഗ് ഛോഡോ ഘർ ജാവോ എന്ന് ആഹ്വാനം ചെയ്ത് സൂചനാ പണിമുടക്ക് നടത്തുമെന്നും അബ്ദുൽ ഖാദർ OP, അസൈൻ കോയ, ഷമീർ അലി N, ഇബ്രാഹിം TK തുടങ്ങിയവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മലബാറിലെ യാത്രാ ദുരിതം പരിഹരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ യോജിച്ച് ഇടപെടലുകൾ നടത്തണമെന്ന് മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ. വിഴിഞ്ഞം, അഴീക്കൽ, കൊച്ചി, ബേപ്പൂർ യാത്രാ ചരക്ക് കപ്പൽ സർവീസ് ആരംഭിക്കണമെന്നും BJP നേതാക്കളോട് പ്രസിഡന്റ് C. ചാക്കുണ്ണി ആവശ്യപ്പെട്ടു. കേരളത്തിൽ പ്രത്യേകിച്ചും മലബാറിൽ വർദ്ധിച്ചുവരുന്ന യാത്രാക്ലേശത്തിനും ആഘോഷ, അവധി, ശബരിമല, ശിവഗിരി തീർത്ഥാടന വേളകളിൽ ഉണ്ടാകാവുന്ന ടിക്കറ്റ് നിരക്ക് വർധനവിനും സീറ്റ് ദൗർബല്യത്തിനും പരിഹാരമായി ബജറ്റിൽ പദ്ധതികൾ ആവിഷ്കരിക്കണമെന്ന് മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ പ്രസിഡന്റ് ഷവലിയർ C. ചാക്കുണ്ണിയും ഓൾ കേരള കൺസ്യൂമർ ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി CC മനോജും BJP പ്രതിനിധി സംഘത്തോട് ആവശ്യപ്പെട്ടു. ജനപ്രതിനിധികൾക്ക് അവരുടെ ആവശ്യങ്ങളും നിർദ്ദേശങ്ങളും സമർപ്പിക്കാനും ചർച്ച ചെയ്യാനും റെയിൽവേക്ക് പ്രത്യേക ബജറ്റ് വേണമെന്നും BJP നേതാക്കളോട് അവർ അഭ്യർത്ഥിച്ചു. ഏതാനും BJP ഭാരവാഹികൾ എൻ്റെ വസതിയിൽ വരികയും കൂടിക്കാഴ്ചയും ചെയ്തു. അവരോട് കേരളത്തിൻ്റെ പൊതുവെയും മലബാറിന് പ്രത്യേകിച്ചുമുള്ള അടിയന്തര ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിക്കേണ്ട കാര്യത്തിൽ അടിയന്തര ഇടപെടലും സമ്മർദ്ദം ചെലുത്തണമെന്ന് അഭ്യർത്ഥിച്ചു. ആയതിനവർ താല്പര്യം കാണിച്ച സാഹചര്യത്തിൽ നിവേദനങ്ങൾ തയ്യാറാക്കി തന്നാൽ അവരത് 17-ാം തീയതി വരുന്ന ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് കൈമാറാമെന്ന് സമ്മതിച്ചിരിക്കുന്നു. എന്തായാലും ഈ കാര്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാർ യോജിച്ച് യാത്രക്കാരുടെ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ മറ്റ് പൊതുവായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് യോജിച്ച് പ്രവർത്തിക്കണമെന്നാണ് അവരോട് അഭ്യർത്ഥിച്ചത്. കേന്ദ്ര സർക്കാർ പരിഗണിക്കേണ്ട ആവശ്യങ്ങൾ അടങ്ങിയ നിവേദനം MDCയും CIRUവും തയ്യാറാക്കിയാൽ 17-ാം തീയതി ഗുരുവായൂരിലെത്തുന്ന പ്രധാനമന്ത്രിക്കും മറ്റ് വകുപ്പ് മന്ത്രിമാർക്ക് ദില്ലിയിൽ കൈമാറാമെന്നും നേതാക്കൾ അറിയിച്ചു. BJP സംസ്ഥാന സംഘടനാ ജനറൽ സെക്രട്ടറി K. സുഭാഷ്, ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK സജീവൻ, ജില്ലാ ജനറൽ സെക്രട്ടറി E. പ്രശാന്ത് കുമാർ, ജില്ലാ വൈസ് പ്രസിഡന്റ് KP വിജയലക്ഷ്മി, യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് ജുബിൻ ബാലകൃഷ്ണൻ, BJP സൗത്ത് മണ്ഡലം പ്രസിഡന്റ് CP വിജയകൃഷ്ണൻ എന്നിവരാണ് സൗഹൃദ സന്ദർശനത്തിൽ പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കോഴിക്കോടിന്റെ വലിയ ആഘോഷങ്ങൾക്കായി റിതം ഈവന്റ് ഗലേറിയ ആപ്രോൺ ഫെസിലിറ്റിയോട് കൂടിയ കോഴിക്കോട്ടെ ഏറ്റവും വലിയ മെയിൻ സ്റ്റേജ്, 1000-ലധികം സീറ്റിംഗ് കപ്പാസിറ്റി, പുഷ് ബാക്ക് സീറ്റ്സ്, ഇരുവശങ്ങളിലും LED വാളുകൾ, ക്ലൈമറ്റ് കൺട്രോൾ AC-യും ക്രിസ്റ്റൽ ക്ലിയർ സറൗണ്ട് സൗണ്ടും, വധുവിനും വരനുമായി പ്രത്യേകം മേക്കപ്പ് റൂമുകൾ, സ്പേഷ്യസ് ലോബി, VIP ഹാൾ, 300-ലധികം ആളുകൾക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന ഡൈനിങ് ഹാൾ, ഓപ്പൺ കിച്ചൺ, വാഷ്റൂം, സപ്പോർട്ടഡ് ക്ലീനിംഗ് സ്റ്റാഫ്, സെക്യൂരിറ്റി സർവീസസ്, വാലെ പാർക്കിംഗ്, ജനറേറ്റർ ബാക്കപ്പ്, വിശാലമായ കാർ പാർക്കിംഗ് തുടങ്ങി മറ്റ് ഫെസിലിറ്റികളും. റിതം ഇവന്റ് ഗലേറിയ, പുത്തൂർ മഠം, കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. വിഷണറി വോയേജ് ഗസ്മ സ്റ്റേറ്റ് അബാക്കസ് കോമ്പറ്റീഷൻ ജനുവരി 13-ന് കോഴിക്കോട് അപ്പോളോ ഡിമോറയിൽ നടക്കും. മേയർ ബീന ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഗസ്മ സാരഥികൾ പറഞ്ഞു. അബാക്കസ് എന്നത് മാത്തമാറ്റിക്കിന്റെ അല്ലെങ്കിൽ ഗണിതത്തിന്റെ അടിത്തറയായിട്ടുള്ള ഫണ്ടമെന്റൽ ഓപ്പറേഷൻസ് ആണ് പ്രോഗ്രാം ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്നത്തെ തലമുറക്ക് ഗണിതം എന്നത് ഒരു പ്രയാസമുള്ള അല്ലെങ്കിൽ ഒരു പേടിയുള്ള വിഷയം എന്ന് ഈ ഒരു കൺസെപ്റ്റ് കുട്ടികളിൽ നിന്ന് മാറ്റിയെടുക്കുക എന്നാണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശം. സോ ഈ ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ മാത്തമാറ്റിക് മാത്രമല്ല ഡെവലപ്മെന്റ് ഉണ്ടാകുന്നത് കൂടാതെ കുട്ടികളുടെ ശ്രദ്ധ, ഓർമ്മശക്തി, ആത്മവിശ്വാസം, വേഗത, കൃത്യത എന്നിവയെല്ലാം ഡെവലപ്പ് ചെയ്ത്
പഠനത്തിൽ മുന്നിൽ നിൽക്കുന്നവരെയും പിന്നെ നിൽക്കുന്നവരെയും ഒരുപോലെ സ്മാർട്ടാക്കുന്ന പ്രത്യേക പരിശീലന പദ്ധതിയാണ് അബാക്കസ്. അബാക്കസ് സംസ്ഥാനതല മത്സരങ്ങളിൽ 113ഓളം കുട്ടികൾ പങ്കെടുക്കും. അബാക്കസിൽ മികച്ച രീതിയിൽ പരിശീലനം നൽകുന്ന ഗസ്മ ജില്ലാ സംസ്ഥാന തലങ്ങളിൽ മത്സരങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. സംസ്ഥാന തലത്തിൽ വിജയികളായവരെ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും പങ്കെടുപ്പിക്കുമെന്ന് ഗസ്മ MD ആൻഡ് CEO ഷെറീന KT പറഞ്ഞു. ഈ വരുന്ന ജാനുവരി 13 അബാക്കസ് സ്റ്റേറ്റ് ലെവൽ കോമ്പറ്റീഷൻ അപ്പോളോ ഡിമോറയിൽ വെച്ചിട്ട് നമുക്ക് ഉദ്ഘാടനം ചെയ്യാനായിട്ട് എത്തുന്നത് കാലിക്കറ്റിന്റെ ഒരു ഹൃദയ മാതാവ് എന്ന് വിശേഷിപ്പിക്കുന്ന ഡോക്ടർ ബീന ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്യുന്നു. കൂടാതെ ഈ ഒരു പരിപാടിയിലേക്ക് ചീഫ് ഗസ്റ്റ് ആയിട്ട് എത്തുന്നത് ശ്രീ ഗോപിനാഥ് മുതുകാട് സാറാണ്. വാർത്താ സമ്മേളനത്തിൽ ബോർഡ് അംഗങ്ങളായ സന ഫൈസൽ, സരിത ബിനു, സനിയ നിയാസ്, സൈനബ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ 318E നേതൃത്വത്തിൽ യൂത്ത് പ്രോഗ്രാം സംഘടിപ്പിച്ചു. സാമൂതിരി സ്കൂളിൽ നടന്ന പരിപാടി ലയൺസ് ക്ലബ് സാരഥി രവി ഗുപ്ത ഉദ്ഘാടനം ചെയ്തു. ബോധവൽക്കരണ ക്ലാസും നടന്നു. ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318E സർവീസ് വീക്ക് 2023-24 ജനുവരി 7 മുതൽ 13 വരെ നടത്തുകയാണ്. പരിപാടികളുടെ ഭാഗമായി യൂത്ത് പ്രോഗ്രാം സംഘടിപ്പിച്ചു. സാമൂതിരി സ്കൂൾ, ഗണപത് ബോയ്സ് സ്കൂൾ, കാച്ചിലാട്ട് സ്കൂൾ, GHSS പറമ്പിൽ ബസാർ എന്നീ സ്കൂളുകളിലായാണ് യൂത്ത് പ്രോഗ്രാം നടന്നത്. സാമൂതിരി സ്കൂളിൽ നടന്ന പരിപാടി ലയൺസ് സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ രവി ഗുപ്ത ഉദ്ഘാടനം ചെയ്തു. We have had cultural programs here, we have done painting competitions here, and today we are now doing this drug awareness. Drug awareness, learning from all of you are already aware of. You must say that you know, what does it mean? But it is there. Please believe me, all of us here, that is what Santosh sir is going to talk to you for some few minutes. But try to draw the right lessons. Not only dress like, Venka, marijuana, you have sports people using performance enhancing drugs. There are athletes, top-notch athletes, who have been given the gold medal and that has been taken back. സുഭാഷ് അധ്യക്ഷനായിരുന്നു. സ്കൂൾ ഹെഡ്മാസ്റ്റർ ഹരിരാജ, ലയൺസ് ക്ലബ്ബ് ഭാരവാഹികളായ പ്രേംകുമാർ, കൃഷ്ണകുമാർ, സുനിത ജ്യോതി പ്രകാശ്, സ്കൂൾ PTA പ്രസിഡന്റ് വിജയൻ CK എന്നിവർ സംസാരിച്ചു. എക്സൈസ് പ്രിവെന്റീവ് ഓഫീസർ സന്തോഷ് ചെറുവത്ത് ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കല്യാൺ കേന്ദ്ര ഓൾ കേരള ഇന്റർ സ്കൂൾ ബാസ്കറ്റ്ബോൾ ടൂർണമെന്റ് ജനുവരി 12 മുതൽ 14 വരെ മാനാഞ്ചിറ കോർട്ടിൽ നടക്കും. ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് O രാജഗോപാൽ ഉദ്ഘാടനം നിർവഹിക്കും. ജില്ലാ ബാസ്കറ്റ്ബോൾ അസോസിയേഷന്റെ സഹകരണത്തോടെയാണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. രാജഗോപാലാണ് മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നത്. 14-ാം തീയതി വൈകുന്നേരം നടക്കുന്ന സമാപന ചടങ്ങിൽ ബഹുമാനപ്പെട്ട കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ മുസാഫിർ അഹമ്മദ് സമാധാനം നിർവഹിക്കുന്നതാണ്. എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ വളരെ ഇത്തവണയും ഞങ്ങൾ ഉദ്ദേശിക്കുന്നു. പ്രൈസ് മണി ടൂർണമെന്റാണ്. 1ാം സ്ഥാനക്കാർക്ക് 30,000 രൂപയും 2ാം സ്ഥാനക്കാർക്ക് 7,000 രൂപയാണ് ഞങ്ങൾ പ്രൈസ് മണി കൊടുക്കുന്നത്. ഓരോ കളിയിലും ഇൻഡിവിജ്വൽ ട്രോഫി കൊടുക്കുന്നുണ്ട്. ഓരോ കളിയിലും ബെസ്റ്റ് കളിക്കാർക്ക് അതായത് മത്സര കഴിയുന്നത് ബെസ്റ്റ് ട്രോഫി അവാർഡ് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ പ്രൈസ് മണിയോടൊപ്പം തന്നെ മെഡലുകളും അതോടൊപ്പം തന്നെ ട്രോഫിയും നമ്മൾ. ബാസ്കറ്റ്ബോൾ ലവേഴ്സ് അസോസിയേഷൻ കോഴിക്കോട് സംഘടിപ്പിക്കുന്ന 7ാമത് കല്യാൺ കേന്ദ്ര ഓൾ കേരള ഇന്റർ സ്കൂൾ ബാസ്കറ്റ്ബോൾ ടൂർണമെന്റ് ജനുവരി 12 മുതൽ 14 വരെ മാനാഞ്ചിറ ഫ്ലഡ്ലിറ്റ് കോർട്ടിൽ നടക്കും. ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിഭാഗത്തിൽ പ്രത്യേക മത്സരങ്ങൾ ഉണ്ടാകും. വിജയികളാകുന്ന ടീമിന് 9,000 രൂപയും 2ാം സ്ഥാനക്കാർക്ക് 7,000 രൂപയും ക്യാഷ് അവാർഡും ട്രോഫികളും ഓരോ മാച്ചിലെയും മികച്ച കളിക്കാർക്ക് പ്രത്യേക സമ്മാനങ്ങളും നൽകും. ജനുവരി 12 വെള്ളിയാഴ്ച വൈകുന്നേരം ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് O രാജഗോപാൽ മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്യും. ജനുവരി 14 നടക്കുന്ന ഫൈനൽ മത്സരത്തിന്റെ സമ്മാനദാനം കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ CP മുസാഫർ അഹമ്മദ് നിർവഹിക്കുമെന്നും സെക്രട്ടറി ജോൺസൺ ജോസഫ്, ട്രഷറർ M പ്രവീൺ, VPH കബീർ തുടങ്ങിയവർ പറഞ്ഞു.
ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കോഴിക്കോടിന്റെ വലിയ ആഘോഷങ്ങൾക്കായി റിതം ഈവന്റ് ഗലേറിയ. ആപ്രോൺ ഫെസിലിറ്റിയോട് കൂടിയ കോഴിക്കോട്ടെ ഏറ്റവും വലിയ മെയിൻ സ്റ്റേജ്. 1000-ലധികം സീറ്റിംഗ് കപ്പാസിറ്റി, പുഷ് ബാക്ക് സീറ്റ്സ്, ഇരുവശങ്ങളിലും LED വാളുകൾ, ക്ലൈമറ്റ് കൺട്രോൾ AC-യും, ക്രിസ്റ്റൽ ക്ലിയർ സറൗണ്ട് സൗണ്ടും. വധുവിനും വരനുമായി പ്രത്യേകം മേക്കപ്പ് റൂമുകൾ, സ്പേഷ്യസ് ലോബി, VIP ഹാൾ, 300-ലധികം ആളുകൾക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന ഡൈനിങ് ഹാൾ, ഓപ്പൺ കിച്ചൺ, വാഷ്റൂം, സപ്പോർട്ടഡ് ക്ലീനിംഗ് സ്റ്റാഫ്, സെക്യൂരിറ്റി സർവീസസ്, വാലെ പാർക്കിംഗ്, ജനറേറ്റർ ബാക്കപ്പ്, വിശാലമായ കാർ പാർക്കിംഗ് തുടങ്ങി മറ്റ് ഫെസിലിറ്റികളും. റിതം ഈവന്റ് ഗലേറിയ, പുത്തൂർ മഠം, കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. മാത്തോട്ടം കെയർ ബിരിയാണി ചലഞ്ച് നടത്തി. സഹജീവികൾക്ക് സാന്ത്വനമേകുക എന്ന ഉദ്ദേശത്തോടെ നടത്തിയ ബിരിയാണി ചലഞ്ചിൽ 8500ഓളം പാക്കറ്റ് ബിരിയാണി തയ്യാറാക്കി വിൽപ്പന നടത്തി. മനുഷ്യസ്നേഹികളായ പൊതുജനങ്ങൾ പരിപാടിക്ക് പൂർണ്ണ പിന്തുണയേകി. സഹജീവി സ്നേഹത്തിനൊരു കൈത്താങ്ങ് എന്ന ഉദ്ദേശത്തോടെ കെയർ മാത്തോട്ടം ചാരിറ്റബിൾ ട്രസ്റ്റ് ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു. മീഞ്ചന്ത അലങ്കാർ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ 8500 കൂപ്പണുകൾക്കുള്ള ബിരിയാണി വിറ്റഴിച്ചു. നമ്മുടെ മാത്തോട്ടത്തെ മാത്തോട്ടത്തെ കെയർ മാത്തോട്ടം എന്ന് പറഞ്ഞ ചാരിറ്റബിൾ ട്രസ്റ്റ് അതിൻ്റെ ബിരിയാണി ചാലഞ്ചാണ് നടന്നത്. 8500ഓളം കിറ്റാണ് ഇപ്പോൾ നമ്മൾ വിതരണം ചെയ്യുന്നത്. നമ്മുടെ പ്രവർത്തന മേഖല എന്താണെന്ന് വെച്ചാൽ ചാരിറ്റിയാണ്. ആംബുലൻസ്, പാലിയേറ്റീവ്, അതേപോലെ തന്നെ ഫിസിയോതെറാപ്പി സെൻറ്റർ, മെഡിസിൻ, ക്ലിനിക്ക്, ഇത്തരം പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ടുള്ള ഫണ്ട് കളക്ഷൻ്റെ അജണ്ടയിലാണ് ഇപ്പോൾ നമ്മൾ 8500 കിറ്റ് വിതരണം ചെയ്ത് നാട്ടുകാരുടെ ഭാഗത്ത് പരിപൂർണ്ണ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ചെയർമാൻ PK അബ്ദുള്ളക്കോയ, വൈസ് ചെയർമാൻമാരായ NC അബൂബക്കർ, ബിന്നൂസ് ഷംസുദ്ദീൻ, ട്രസ്റ്റ് അംഗങ്ങളായ റസൽ ഗഫൂർ, MI ഗഫൂർ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. തളി ക്ഷേത്രത്തിലെ മഹാരുദ്രയജ്ഞത്തിനോടനുബന്ധിച്ച് ഭക്തിപൂർണതയിൽ ഭജന ആലാപനവുമായി രാഗമാലിക. ഭജൻസ് സംഘത്തിലെ ഗായികമാരാണ് ഭജന അവതരിപ്പിച്ചത്. തളി മഹാക്ഷേത്രത്തിലെ മഹാരുദ്രയജ്ഞത്തിനോടനുബന്ധിച്ച് രാഗമാലിക ഭജൻസിന്റെ നേതൃത്വത്തിൽ ഭജന അരങ്ങേറി. ബിന്ദു ഭൂഷൺ നേതൃത്വം നൽകി. കവിത അരുൺ, ശ്രീജ സതീഷ്, സുധാ വിജയൻ, ബീന ഹരീഷ്, അഞ്ജു കുമരേശൻ, നന്ദിനി മേനോൻ, സുഷമ രാജ്, നിഷ ബൈജു, സതി തുടങ്ങിയവർ ഭജന ആലപിച്ചു. മഹാരുദ്രയജ്ഞത്തിന്റെ ഭാഗമായി ജനുവരി 13 വരെ നടക്കുന്ന വിവിധ ചടങ്ങുകളുടെ ഭാഗമായി നിരവധി സാംസ്കാരിക ആധ്യാത്മിക പരിപാടികളാണ് നടന്നുവരുന്നത്. ശ്രീജ സതീഷ്, രമ സുനിൽ, മഞ്ജു ശ്രീനിവാസൻ, ബിന്ദു ബാലു, സുമിത ശങ്കർ, മഞ്ജു ശ്യാം, സുനേന വിനീഷ്, മീര റാം തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നാനോ റെസിഡൻസ് അസോസിയേഷൻ വാർഷികവും പുതുവത്സരാഘോഷവും ബേപ്പൂരിൽ നടന്നു. കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിലർ ഗിരിജ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. വിവിധ കലാപരിപാടികളും നടന്നു. കഴിഞ്ഞ 15 വർഷത്തിലേറെയായി പ്രദേശത്തെ സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ ജനസേവന രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനയായ നാനോ റെസിഡൻസ് അസോസിയേഷന്റെ വാർഷികാഘോഷവും പുതുവത്സരാഘോഷവും ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. അംഗങ്ങളുടെ കലാപരിപാടികൾ പ്രദേശത്തെ സ്ത്രീകളുടെ കൂട്ടായ്മയുടെ പ്രതിഫലനമായിരുന്നു. കലാപരിപാടികളുടെ ഇടവേളകളിൽ നറുക്കെടുപ്പിലൂടെ സമ്മാനങ്ങൾ നൽകുന്ന പരിപാടി ആസ്വാദകർക്കും ഏറെ ആവേശമായി. കോർപ്പറേഷൻ വാർഡ് കൗൺസിലർ ഗിരിജ ടീച്ചർ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് VV സഞ്ജീവ് അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ കിടങ്ങത്ത്, ട്രഷറർ ദിനേശൻ മാസ്റ്റർ, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ മനോജ് പൂളക്കൽ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സർക്കാർ ആശുപത്രികളിലെ മരുന്ന് ക്ഷാമത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ സദസ്സ്. ഹിറ്റ് ആൻഡ് റൺ നിയമ ഭേദഗതി വരുത്തിയത് അമിത്ഷായുടെ ഹിറ്റ്ലർ ഭരണ നടപടിയാണെന്ന് ഓൾ ഇന്ത്യ ട്രക്കേഴ്സ് ആൻഡ് ഡ്രൈവേഴ്സ് ഹെൽപ്പ് ലൈൻ. മലബാറിലെ യാത്രാ ദുരിതം പരിഹരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ യോജിച്ച് ഇടപെടണമെന്ന് മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ പ്രസിഡന്റ് C. ചാക്കുണ്ണി.
കല്യാൺ കേന്ദ്ര ഓൾ കേരള അണ്ടർ സ്കൂൾ ബാസ്കറ്റ്ബോൾ ടൂർണമെന്റ് ജനുവരി 12 മുതൽ 14 വരെ കോഴിക്കോട്ട്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.